PSC ചെയർമാനും മെമ്പേഴ്സിനെതിരായി വ്യാപകമായ അഴിമതികൾ ഒന്നൊന്നായി പുറത്തേട്ട് വരുന്നു. ഭരണഘടനയുടെ പരമായ ഒരു ബെഞ്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് ഗവർണറാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാരിലേക്ക് ആൾക്കാരെ ടെസ്റ്റ് നടത്തി റിക്രൂട്ട് ചെയ്യുന്ന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സെൻട്രലിലുണ്ട്. അത് നിയമിക്കുന്നത് സെൻട്രലിലെ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഇവിടെ ഓരോ സംസ്ഥാനത്തെ PSC മെമ്പർമാരെ നിയമിക്കുന്ന ഗവർണറാണ്. ഇവിടെ ഇപ്പം പബ്ലിക് സർവീസ് കമ്മീഷനിൽ 21 പേര് PSC മെമ്പറും ചെയർമാനുമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. അതിലിപ്പം 16 പേരേ ഉള്ളൂ. 5 പേര് റിട്ടയർ ചെയ്ത് പോയിട്ട് പകരം ആളെ അവിടെ പോസ്റ്റ് ചെയ്തില്ല. ഇടതുപക്ഷ സർക്കാർ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അതിനകത്ത് ഗവർണർ ഇൻ്റർഫിയർ ചെയ്യും. ഗവർണർ പാർട്ടി നോമിനിയുടെ ആൾക്കാരെ തഴിഞ്ഞ് പുതിയ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യും. അപ്പോയിൻമെൻറ്റിന് അധികാരം ഗവർണർക്കാണ്. സാധാരണഗതിയിൽ മന്ത്രിസഭ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ അംഗീകരിച്ച് കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ 5 പേരെ പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഗവർണർക്കറിയാം 21 പേരും LDF നോമിനികളാണ്. ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ് 21 പേര്. അതുകൊണ്ട് അവിടെ അഴിമതിയുടെ അരങ്ങേറ്റം ഉണ്ടാകും എന്ന് ഗവർണർ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ഇപ്പോൾ അത് തന്നെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അവിടെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ബേസിക് പേ ഉള്ള 3 പോസ്റ്റ് സർക്കാരിലെ ക്ലാസ് 1 ഓഫീസറെയാണ്. അതൊരു ജില്ലാ ജഡ്ജിയുടെ സീനിയർ ജില്ലാ ജഡ്ജിയുടെ അത്ര ശമ്പളമുള്ളതാണ്. അത് പാർട്ടി തീരുമാനിച്ചു 3 പേരെ NGO അസോസിയേഷൻ്റെയൊക്കെ ആൾക്കാരും ഒരാൾ. അവർക്ക് താല്പര്യമുള്ള 3 പേരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC ചെയർമാനും അതിലെ 2 മെമ്പർമാരും കളിച്ച കളി പുറത്തേക്ക് വന്നു. അവർ ആ 228 പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ആ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചു. അതിനകത്ത് ഇവർക്ക് താല്പര്യമുള്ള പാർട്ടിക്കും അല്ലെങ്കിൽ PSC ചെയർമാനും മെമ്പർക്കും താല്പര്യമുള്ള 3 പേരെ പോസ്റ്റ് ചെയ്യുന്നതിന് അതിൽ 1ാം റാങ്ക് കൊടുക്കുന്ന ആൾക്ക് ആ ചോദ്യപേപ്പർ 100 ചോദ്യം ഉള്ളതിനകത്ത് 10 ചോദ്യത്തിന് ഉത്തരം ശരിക്കും എഴുതാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ 10 ചോദ്യം വാല്യുവേഷൻ നടത്തിയില്ല. 228 പേരുടെയും 10 ചോദ്യം വാല്യുവേഷൻ നടത്താതെ അവർ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കി PSC ചെയർമാനും മെമ്പേഴ്സിനും താല്പര്യമുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്തു. ഇത് വലിയ ഒരു അഴിമതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ധാരാളം വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലെ മുൻ മുഖ്യമന്ത്രി പോയ സമയത്ത് അദ്ദേഹത്തിന് സംരക്ഷണത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച 5 പേരുണ്ട്. അതിലൊരാളുടെ ഭാര്യയുടെ ബ്രദറിനെ ഡ്രൈവറായിട്ട് PSCയിൽ അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ വളരെയധികം 4-5 പോസ്റ്റിങ്ങുകൾ പരാതിയായിട്ട് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് എല്ലാ പോസ്റ്റിലേക്കും പാർട്ടിക്ക് താല്പര്യമുള്ള ആൾക്കാരെ PSC മെമ്പർമാർ അത് അവരുടെ മെറിറ്റ് അവഗണിച്ച് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ വിവരങ്ങളെല്ലാം കയ്യിലുണ്ട്. പക്ഷേ നിയമപരമായി എന്ത് ചെയ്യും? ഗവൺമെൻറ് ഒരു ത്രിശങ്കു സ്വർഗത്തിലാണ് നിൽക്കുന്നത്. ഗവൺമെൻറ്റിന് അഡ്വൈസ് കൊടുത്ത ലീഗൽ പരമായിട്ട് അഡ്വൈസ് കൊടുത്തവർ അത്ര നല്ല രീതിയിലൊരു അഡ്വൈസ് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് സർക്കാർ വിചാരിച്ചാൽ ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ കഴിയില്ല. ഒരു പോലീസിന് ഒരു ക്രിമിനൽ കുറ്റത്തിന് അതും അന്വേഷിക്കാൻ അല്ലെങ്കിൽ വിജിലൻസിനോ അന്വേഷിച്ചൊരു കേസെടുക്കാൻ കഴിയില്ല. കേരള ഹൈക്കോടതി കൊടുത്തൊരു ഡയറക്ഷൻ വാങ്ങാനും കഴിയില്ല. ഭരണഘടനാപരമായ ഒരു ബെഞ്ചാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും മെമ്പർമാർക്കും എതിരായിട്ടൊരു പരാതി ആരോപണം ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി തന്നെ കൊടുക്കണം. ഇത് ശ്രദ്ധിക്കണം ആൾക്കാർ. അതിൻ്റെ വ്യക്തിയുമായ ആ 228 പോസ്റ്റിൽ ആപ്ലിക്കൻ്റായ ഒരു വ്യക്തി ആണ് വിവരാവകാശം വെച്ച് ഇതെല്ലാം കുറേയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ കള്ളക്കളികൾ അദ്ദേഹത്തിന് പോകാൻ പണം ഉണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിന് പോകാം. ആഭ്യന്തര വകുപ്പിന് കൃത്യമായി സുപ്രീം കോടതിയിൽ ഈ അഴിമതികൾ മുഴുവൻ കാണിച്ച് PSC
മെമ്പർമാരും ചെയർമാനും മെമ്പറിനെതിരായിട്ട് കോഗ്നിസൻസ് കേസ് എടുക്കാനുള്ള ഡയറക്ഷൻ അഴിമതി അവർ കാണിച്ചാൽ സുപ്രീം കോടതി അത് നോക്കും. അതിനുശേഷം ഇവരെ നീക്കം ചെയ്യാനുള്ള നടപടി അവർ സുപ്രീം കോടതി ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, കഴമ്പുണ്ടാവും. അത് സുപ്രീം കോടതി കണ്ടെത്തും. അത് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്തിട്ട് ഇവരെ മൊത്തമായിട്ട് നീക്കം ചെയ്യും. അതേസമയത്ത് ഡയറക്ഷൻ വരികയും ചെയ്യും ഇവർക്കെതിരായിട്ട് ക്രിമിനൽ കേസോ അല്ലെങ്കിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ. ഇത് ക്രിമിനൽ ഒഫൻസാണ്. അതുകൊണ്ട് ക്രിമിനൽ കേസ് എടുത്തിട്ട് PSC ചെയർമാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. കാരണം എത്രയോ അത്യുന്നതമായ ഒരു പോസ്റ്റിലിരിക്കുന്നവരാണ്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ച് അവരെ PSCയുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. അവിടെയാണ് അഴിമതി നടന്നത്. അത് ജനങ്ങളോ പബ്ലിക്കും ഒന്നും പൊറുക്കില്ല. അതുകൊണ്ട് കൃത്യമായ നടപടി വേണം. അതുകൊണ്ട് ഗവൺമെൻറ് സമയം കളയാതെ ഇതുവരെ അഴിമതി കാണിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം കുറേയധികം പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് സുപ്രീം കോടതി കൊടുക്കണം. അടിയന്തരമായിട്ട് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്യണം, സമയം കളയാതെ. തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ഈ അഴിമതികൾ മുഴുവൻ പരിശോധിക്കും. അതിനകത്ത് കോഗ്നിസൻസ് എടുക്കണം എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമാകും. അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കും. അത് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ സുപ്രീം കോടതി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് PSC മെമ്പർമാരെയും PSC ചെയർമാനെയും നമുക്ക് ക്രിമിനൽ കേസിനകത്ത് ട്രാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിമിനൽ കേസിനകത്ത് പ്രതിയാക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് മറ്റു രീതിയിലൊന്നും പോകണ്ട. അതുകൊണ്ട് വെറുതെ സമയം കളയാനേ പറ്റുള്ളൂ. ഇവിടെ ഒരു വിജിലൻസ് കേസോ ഒരു ക്രിമിനൽ കേസോ എടുക്കാനായിട്ട് കഴിയില്ല PSC ചെയർമാനും മെമ്പർമാർക്കെതിരായിട്ട്. അത് വെറുതെ വലിച്ചു നീട്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവർ ഹൈക്കോടതിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേസെടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ഡിസ്ചാർജ് ചെയ്ത് വരും. അതുകൊണ്ട് അതിലൊന്നും പോകരുത്. കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യണം. ഇവിടെ നമ്മുടെ അറ്റോർണി ജനറൽ അവിടെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയുണ്ട്, അടിയന്തരമായിട്ട് ഒരു കേസ് അവിടെ ഫയൽ ചെയ്യണം. ഇവർ കാണിച്ചിരിക്കുന്ന മുഴുവൻ അഴിമതി അക്കവിട്ട് നിരത്തി സുപ്രീം കോടതിയിൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. അടിയന്തരമായിട്ട് പരിഗണിക്കും. ഓർഡർ ഉണ്ടാവും. അത് ഇന്ത്യൻ പ്രസിഡന്റിന് ഗവൺമെൻറ് സുപ്രീം കോടതി റെക്കമെൻഡ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇവർക്കെതിരായിട്ട് കേസെടുത്തിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ സാധിക്കും.